നമ്മുടെ പ്രോബ്ലം ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം എഫ് എസ് എന്ന് പറഞ്ഞാൽ ഫോറിയർ ട്രാൻസ്ഫോം എന്നാണ്. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഫംഗ്ഷന്റെ വാല്യൂ 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻ ദ ഇന്റർവൽ മോഡ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 0 അതർവൈസ്. ഹെൻസ് അതിനുശേഷം ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചതിന് ശേഷം ഹെൻസ് പ്രൂവ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 by pi integral 0 to infinity sin omega minus omega cos omega by omega cube into cos omega x d omega. ഇവിടെ നമ്മുടെ ഫോർമുലയില് ഒമേഗയ്ക്ക് പകരം എസ് ആണ്. അപ്പൊ നമ്മൾ എസ്സിൽ പ്രോബ്ലം ചെയ്യാം. അവസാനം എസ്സിനെ നമ്മൾ ഒമേഗ കൊടുത്ത് ഈ ആൻസറിലേക്ക് എത്തിച്ചാൽ മതി. അതിനോടൊപ്പം തന്നെ ആൾസോ ഡെഡ്യൂസ് ദാറ്റ് 0 to infinity sin omega minus omega cos omega by omega cube cos omega by 2 d omega is equal to 3 pi by 16. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിന് 3 ആൻസർ ആണ് നമുക്ക് ചെയ്യേണ്ടത്. ആദ്യം ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം, രണ്ടാമത് ഇൻവേർഷൻ ഫോർമുല കൊടുക്കണം. ആ ഇൻവേർഷൻ ഫോർമുലയിൽ നിന്ന് ഈ 2 ആൻസറും കൂടി നമുക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആൻസർ കംപ്ലീറ്റഡ് ആകും. അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എഴുതാം. ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എഫ് ഓഫ് എസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഫോർമുല നമ്മൾ എഴുതിയിട്ട് വേണം നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ ഫോർമുല ഇതാണ് 1/√2 pi ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ഐ എസ് എക്സ് ഡി എക്സ്. ആദ്യം തന്നെ ഫോർമുല വ്യക്തമായിട്ട് എഴുതുക. ഫോർമുല എഴുതുന്നതിന് മാർക്ക് ഉണ്ട്. ഫോർമുല എഴുതി വെച്ചു. ദെൻ 1/√2 pi ഇന്റഗ്രൽ. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ മോഡ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 ഫംഗ്ഷന്റെ വാല്യൂ 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഓൾ അതർ കേസസ് ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അപ്പൊ മോഡ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 മൈനസ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1. അപ്പൊ വരുമ്പോ നമുക്ക് എന്ത് കിട്ടാം? എക്സ് ലെസ് ദാൻ ഈക്വൽ ടു -1. therefore -1 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1. therefore എക്സ് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. അപ്പൊ ഇതിന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എന്ന് പറയുന്നത് -1 ആണ്, അപ്പർ ലിമിറ്റ് +1 ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇൻ ഓൾ അതർ കേസസ് ഫംഗ്ഷൻ വാല്യൂ വിൽ ബി 0. അപ്പൊ 1 മൈനസ് എക്സ് സ്ക്വയർ മാത്രം എഴുതിയാൽ മതി. ഇ റേസ് ടു മൈനസ് ഐ എസ് എക്സ് ഡി എക്സ്. അപ്പൊ നമ്മുടെ ഫോർമുലയില് ഫംഗ്ഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ നമുക്ക് പുതിയ ലിമിറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് -1 +1 ആണ്. 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ എസ് എക്സ് ഡി എക്സ്. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് 1/√2 pi -1 to +1 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ എസ് എക്സ് നമുക്ക് എന്ത് എഴുതാം? കോസ് എസ് എക്സ് മൈനസ് ഐ സൈൻ എസ് എക്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആണ്, അതുകൊണ്ടാണ് ഞാൻ സ്ലോയിൽ ചെയ്തു പോകുന്നത്. അപ്പോൾ -1 to +1 1 മൈനസ് എക്സ് സ്ക്വയർ കോസ് എസ് എക്സ് മൈനസ് ഐ സൈൻ എസ് എക്സ് ഡി എക്സ്. ഇനി എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പില് 1/√2 pi ഇന്റഗ്രൽ -1 to +1 1 മൈനസ് എക്സ് സ്ക്വയർ കോസ് എസ് എക്സ് ഡി എക്സ് മൈനസ് ഐ പുറത്തേക്ക് എടുക്കുന്നു. -1 to +1 1 മൈനസ് എക്സ് സ്ക്വയർ സൈൻ എസ് എക്സ് ഡി എക്സ്. ഇനി നോക്കാം. വി ക്യാൻ അപ്ലൈ ദ പ്രോപ്പർട്ടി ഓഫ് ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻ. എന്താണ്? ലിമിറ്റ് ലോവർ ലിമിറ്റ് -1 അപ്പർ ലിമിറ്റ് +1 ആണ്. ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് സൈൻ. therefore we can apply the property of odd and even function. 1 minus x square എന്ന എന്ത് ഫംഗ്ഷൻ ആണ്? 1 minus x square എന്ന ഈവൻ ഫംഗ്ഷൻ ആണ്. cos sx എന്ത് ഫംഗ്ഷൻ ആണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഇൻറ്റു ഈവൻ എന്താണ്? ഈവൻ ആണ്. therefore ഫസ്റ്റ് കേസ് നമുക്ക് എന്ത് വരും? 1/√2 pi into 2 times 0 to 1 1 minus x square cos sx dx. രണ്ടാമത്തെ പാർട്ട് എന്തായി പോകും? 0 ആയി പോകും. അതിന്റെ കാരണം എന്താണ്? 1 minus x square ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. sin sx 1 minus x square ഈവൻ ഫംഗ്ഷൻ ആണ്. sin sx ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഇൻറ്റു ഈവൻ ഇൻറ്റു ഓഡ് ഈസ് ഈക്വൽ ടു ഓഡ് ആണ്. രണ്ടാമത്തെ പാർട്ട് നമുക്ക് 0 എന്ന് കിട്ടും. അപ്പൊ ഫസ്റ്റ് പാർട്ട് മാത്രമേ കിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. അത് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ 1/√2 pi into 2 അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. that is equal to √2/pi എന്ന് എഴുതാം. ഈ 2 നമുക്ക് √2 into √2 എന്ന് എഴുതി കഴിയുമ്പോൾ റൂട്ട് ക്യാൻസൽ ആയി പോകും. അപ്പൊ √2/pi then ഇന്റഗ്രേറ്റ് ചെയ്യാം. 1 minus x square ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുക. 1 minus x square
1 minus x square into cos sx ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin sx by s. cos sx ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin sx by s minus 1 minus x square ഡെറിവേറ്റീവ് 0 minus 2x sin sx x by s ന്റെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ minus cos sx by s square then plus minus 2 into minus sin sx by s cube. ബ്രാക്കറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് ഇട്ടു പോകണം. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റി പോകും കേട്ടോ. ബ്രാക്കറ്റ് ഇട്ടു പോകും. അപ്പോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് then plus derivative of first into integral of second. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. റൂട്ട് ഓഫ് 2/π അപ്പർ ലിമിറ്റ് ആദ്യം 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് 0 എന്ന് വരും. കാരണം 1 - 1 0 ആയി പോയി. രണ്ടാമത്തെ കേസിൽ 1 2 3 മൈനസ് ഉണ്ട്. അപ്പൊ മൈനസ് 2 cos s 2 cos s by s സ്ക്വയർ. മൂന്നാമത്തെ കേസിൽ നമ്മള് എക്സിന് 1 കൊടുക്കുമ്പോൾ പ്ലസ് 2 sin s by s ക്യൂബ്. അപ്പർ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ലോവർ ലിമിറ്റ് ഇതുപോലെ അപ്ലൈ ചെയ്യണം. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് കേസിൽ സൈൻ 0 ആയിപ്പോയി. രണ്ടാമത്തെ കേസിൽ ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ അതും 0 ആയിപ്പോയി. മൂന്നാമത്തെ കേസിൽ അതും 0 ആയിപ്പോയി. എല്ലാം 0 ആയിപ്പോയി. അപ്പൊ ലോവർ ലിമിറ്റിന്റെ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. അപ്പർ ലിമിറ്റ് മാത്രം നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π into ഇവിടെ 2 sin s by s ക്യൂബ്. ആദ്യം പോസിറ്റീവ് ആദ്യം എടുത്തു. രണ്ടാമത് 2 cos s by s സ്ക്വയർ എടുത്തു. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π. ഒരു 2 നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഒരു 2 നമ്മൾ പുറത്തേക്ക് എടുത്തു. കോമൺ ആയിട്ടുള്ള 2 പുറത്തേക്ക് എടുത്തു. എന്നിട്ട് s ക്യൂബ് നമ്മൾ LCM ആയിട്ട് എടുത്തു. s ക്യൂബ് LCM ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ sin s മൈനസ് അടുത്ത കേസില് s cos s. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? റൂട്ട് ഓഫ് 2/π into 2 sin s minus s cos s by s ക്യൂബ് എന്നാണ് നമുക്ക് കിട്ടിയ ആൻസർ. കണ്ടോ? നമ്മൾ ആഫ്റ്റർ ദ ഇന്റഗ്രേഷൻ അപ്ലൈയിങ് ദ ലിമിറ്റ് we get the answer is root of 2/π into 2 into sin s minus s cos s by s ക്യൂബ്. ഇതാണ് f of s ന്റെ ആൻസർ. Fourier transform. Therefore, Fourier transform f of s is equal to root of 2/π into 2 sin s minus s cos s by s cube. ഇതല്ലേ ഞങ്ങൾക്ക് കിട്ടിയ ആൻസർ? കുറച്ച് പേർക്ക് ആൻസർ കിട്ടിയല്ലോ. ഇതല്ലേ ആൻസർ കിട്ടിയത്? ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയത് കുറച്ച് പേര് ആൻസർ പറഞ്ഞതല്ലേ? ഹലോ, യെസ് സർ, ഇതാ കിട്ടിയത്. ഇതാണ്. അപ്പോ എഫ് ഓഫ് എക്സ് ആദ്യം ഫോറിയർ ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിച്ചു. റൂട്ട് ഓഫ് 2/π into 2 into sin s minus s cos s by s cube. ഇനി ഇത് ഉപയോഗിച്ച് നമ്മൾ ഇൻവേർഷൻ ഫോർമുല എഴുതണം. ഇൻവേർഷൻ ഫോർമുല ഉപയോഗിച്ച് രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കാൻ പോവാണ്. ഇതാണ് ആദ്യത്തെ പാർട്ട് കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കാം. രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കുമ്പോൾ നമ്മൾ രണ്ടാമത്തെ പാർട്ടില് ഇൻവേർഷൻ ഫോർമുല എഴുതണം. ഇൻവേർഷൻ ഫോർമുലയുടെ ഫോർമുല എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2π integral minus infinity to plus infinity f of s e raised to I sx ds. ഫോർമുല നമ്മൾ കൃത്യമായിട്ട് എഴുതാം. ഫോർമുല എഴുതി 1/√2π integral minus infinity to plus infinity f of s e raised to I sx ds. x അല്ല, with respect to s ആണ്. അപ്പൊ 1/√2π integral minus infinity to plus infinity f of s e raised to I sx ds. ആ x ഉം s ഉം നിങ്ങൾക്ക് മാറിപ്പോകരുത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. ഇനി നമുക്ക് നമ്മുടെ ഫോർമുലയില് ആ f of s അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർമുലയില് f of s നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ f of x is equal to 1/√2π integral minus infinity to plus infinity. f of s ന്റെ വാല്യൂ എത്ര കിട്ടിയിരിക്കുന്നത്? √2/π into 2 sin s
മൈനസ് എസ് കോസ് എസ് ബൈ എസ് ക്യൂബ് ഇ റേസ് ടു ഐ എസ് എക്സ് ഡി എസ്. നമ്മൾ അങ്ങനെ തന്നെയാണ് ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ അതിനെ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് 1/√2π. ഇവിടെ ഒരു റൂട്ട് 2π എന്നുണ്ട്. അപ്പൊ ഈ റൂട്ട് ക്യാൻസൽ ചെയ്തൂടെ? റൂട്ട് ടു നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ റൂട്ട് പൈയും വരെ പൈ വരും. അപ്പൊ പുറത്ത് പിന്നെ എന്താ വരുന്നേ? 2/π എന്നല്ലേ തന്നെ ക്രിസ്റ്റീന? 2/π എന്നല്ലേ തന്നെ? ക്യാൻസൽ ചെയ്തു. റൂട്ട് പൈയും വരുമ്പോ പൈ വരും. പിന്നെ 2/π പുറത്തേക്ക് എടുത്തു. ഇനിയും ഇതിന്റെ അകത്ത് വരുന്ന സാധനങ്ങള് -∞ ടു +∞. 2 നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. സൈൻ എസ് മൈനസ് എസ് കോസ് എസ് ബൈ എസ് ക്യൂബ് ഇ റേസ് ഐ എസ് എക്സിന് കോസ് എസ് എക്സ് പ്ലസ് ഐ സൈൻ എസ് എക്സ് ഡി എസ്. രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ കാൽക്കുലേഷൻ വളരെ ശ്രദ്ധിച്ചിരിക്കണം. എന്നാലേ നമുക്ക് ഫൈനൽ ആൻസർ 3π/16 എന്നാണ് നമുക്ക് അവസാനം കിട്ടേണ്ട ആൻസർ. ഇനി നമ്മള് 2/π ഇന്റഗ്രൽ -∞ ടു +∞ സൈൻ എസ് മൈനസ് എസ് കോസ് എസ് ബൈ എസ് ക്യൂബ് ഇൻറ്റു കോസ് എസ് എക്സ് ഡി എസ് പ്ലസ് രണ്ടാമത്തെ കേസില് ഐ പുറത്തേക്ക് എടുക്കുന്നു. -∞ ടു +∞ സൈൻ എസ് മൈനസ് എസ് കോസ് എസ് ബൈ എസ് ക്യൂബ് സൈൻ എസ് എക്സ് ഡി എസ്. ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചു വെച്ചു. ഇതില് ഈ സൈൻ എസ് മൈനസ് എസ് കോസ് എസ് ബൈ എസ് ക്യൂബ് ഇൻറ്റു കോസ് എസ് എക്സ് എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ? ഈവൻ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ? അതുപോലെ സൈൻ എസ് മൈനസ് എസ് കോസ് എസ് ബൈ എസ് ക്യൂബ് ഇൻറ്റു സൈൻ എസ് എക്സ് എന്ത് ഫംഗ്ഷൻ ആണോ? ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൻ ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്താൽ നമുക്കിവിടെ ലിമിറ്റ് ഈക്വലൻ മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം കട്ട് ചെയ്ത് കളയാം, ഒരെണ്ണം 0 ആക്കി കളയാൻ പറ്റും. അപ്പൊ ഇതിൽ ഏതാണ് ഓഡ് ഫംഗ്ഷൻ, ഏതാണ് ഈവൻ ഫംഗ്ഷൻ? അപ്പൊ അത് അറിയണമെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഫംഗ്ഷൻ എടുക്കാം. ഇത് എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ സൈൻ എസ് മൈനസ് എസ് കോസ് എസ് ബൈ എസ് ക്യൂബ് ഇൻറ്റു കോസ് എസ് എക്സ് ആണ്. ഇത് പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ നമുക്കത് ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൻ ഫംഗ്ഷൻ എന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മള് ഒരു ഫംഗ്ഷൻ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെയാണ്? എഫ് ഓഫ് എസിൽ എഫ് ഓഫ് മൈനസ് എസ് കൊടുക്കുമ്പോൾ മൈനസ് എഫ് ഓഫ് എസ് കിട്ടുകയാണെങ്കിൽ അത് ഓഡ് ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് മൈനസ് എസ് എഫ് ഓഫ് എസ് തന്നെ കിട്ടുകയാണെങ്കിൽ ഒരു മാറ്റം ഇല്ലെങ്കിൽ അത് ഈവൻ ഫംഗ്ഷൻ ആണ്. ഇത് ഈവൻ ആണ്, ഇത് ഓഡാണ്. അപ്പൊ നമ്മൾ അത് ചെയ്തു നോക്കേണ്ടി വരും, എന്നാലാണ് കൃത്യമായിട്ട് മനസ്സിലാകുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ മാർജിനിൽ ചെയ്തു നോക്കാം. എസിന് പകരം മൈനസ് എസ് കൊടുക്കുക. എഫ് ഓഫ് മൈനസ് എസ് കൊടുക്കുമ്പോൾ ഇവിടെ സൈൻ ഓഫ് എസ് എന്ന് പറയുന്നതായിട്ട് മാറും മൈനസ് സൈൻ എസ്. സൈൻ ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ സൈൻ മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. therefore സൈൻ ഓഫ് എസ് എന്നുള്ളത് മൈനസ് സൈൻ എസ് മൈനസ് ഈ എസിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു? മൈനസ് എസ് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് പ്ലസ് എസ് എന്ന് കിട്ടും. ഇനി കോസ് ഓഫ് മൈനസ് എസ് എന്താണ്? കോസ് എസ് ആണ്. കോസ് മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ താഴെ നമുക്ക് എസിന് ഒരു മൈനസ് എസ് കൊടുക്കുമ്പോൾ മൈനസ് എസ് ക്യൂബ് വരും. ഇവിടെ കോസ് എസ് എക്സ് എന്നുള്ളത് എന്ത് വരും? കോസ് എസ് എക്സിന്റെ ചേഞ്ച് വരില്ല. ഇനി അത് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അവിടെ ഓടാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരെണ്ണം ഓടാണോ ഈവൻ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റു നമുക്ക് അതാണ് ചെയ്യാൻ പറ്റും. അപ്പൊ മൈനസ് സൈനസ് ഇവിടെ നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എസ് കോസ് എസ് മൈനസ് സൈനസ് ബൈ മൈനസ് എസ് ക്യൂബ് കോസ് എസ് എക്സ് എന്നാണ് കിട്ടുന്നത്. ഇതിന് മൈനസ് കൊണ്ട് മുകളിലും താഴെ നമ്മൾ ഗുണിക്കുക. മൈനസ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഗുണിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? സൈൻ എസ് മൈനസ് എസ് കോസ് എസ് ബൈ എസ് ക്യൂബ് കോസ് എസ് എക്സ്. അപ്പൊ ഒരു ചേഞ്ചും വന്നിട്ടില്ല. എഫ് ഓഫ് മൈനസ് എസ് എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് മൈനസ് എസ് എന്നുള്ളത് എഫ് ഓഫ് എസ് തന്നെ കിട്ടി. therefore ഈ ഫസ്റ്റ് പാർട്ടാണ് ഈവൻ ഫംഗ്ഷൻ. ഫസ്റ്റ് പാർട്ട് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ രണ്ടാമത്തെ പാർട്ട് ഇവിടെ സൈനസ് എക്സ് വന്നുകൊണ്ട് രണ്ടാമത്തെ പാർട്ട് എന്തായിരിക്കും? രണ്ടാമത്തെ പാർട്ട് ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തില് ഓഡാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഫംഗ്ഷൻ കുറച്ച് വലിയ ഫംഗ്ഷൻ ആയതുകൊണ്ട് പേരിൽ നമ്മൾ എഫ് ഓഫ് എസ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു. ആ എഫ് ഓഫ് എസില് നമ്മുടെ ഓഡ് ഫംഗ്ഷന്റെയും ഈവൻ ഫംഗ്ഷന്റെയും ബേസിക് പ്രോപ്പർട്ടി ആയ
എഫ് ഓഫ് മൈനസ് എസ് മൈനസ് എഫ് എസ് ആണെങ്കിൽ ഓടാണെന്നും എഫ് ഓഫ് മൈനസ് എസ് എന്നുള്ളത് എഫ് ഓഫ് എസ് ആണെങ്കിൽ ഈവൻ ആണെന്നുള്ള കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തു. അങ്ങനെ അപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചപ്പോ എസിന് പകരം മൈനസ് എസ് കൊടുത്തപ്പോ എഫ് ഓഫ് മൈനസ് എസ് നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എസ് കിട്ടി. ആർച്ചക്ക് ക്ലിയർ ആയി? ആർച്ച ക്ലിയർ ആയി. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലം പ്രത്യേകം എടുത്ത് പറയാൻ കാരണം. ഈ ഒരു പ്രോബ്ലത്തില് ആദ്യത്തെ ഫംഗ്ഷൻ ആണ് ഈവൻ, രണ്ടാമത്തെ ഫംഗ്ഷൻ ആദ്യത്തെ ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ രണ്ടാമത്തെ ഫംഗ്ഷൻ സൈൻ എസ് എക്സ് ആയതുകൊണ്ട് ഓടായിരിക്കും. അപ്പൊ രണ്ടാമത്തെ ഫംഗ്ഷൻ ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഫംഗ്ഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്ത് നോക്കണം. ഇനി ഇത് തന്നെയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണെങ്കിൽ നമുക്ക് എഴുതാം ആദ്യത്തെ ഫംഗ്ഷൻ ഈവൻ ആണെന്ന് പറഞ്ഞ് ചെയ്യാം. അല്ലെങ്കിൽ ഡൗട്ട് വരാണെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കണം. അത് ചെയ്തു നോക്കാനുള്ള കാരണം എന്താണ്? ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒക്കെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് കൂടെ സിംപ്ലിഫൈ ചെയ്ത് എല്ലാ എസിനും മൈനസ് എസ് കൊടുത്ത് കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആദ്യത്തെ ഫംഗ്ഷൻ ആണ് ഈവൻ ആണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ ഫംഗ്ഷൻ അപ്പോൾ ഓഡ് ആയിട്ട് കിട്ടി. അപ്പൊ ഈവൻ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മള് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2/π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണ് നമ്മുടെ ഇവിടെ കിടക്കണം. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. അപ്പൊ ഇത് എന്തായിട്ട് മാറും? 2 times 0 to infinity 2 times 0 to infinity sin s minus s cos s by s cube into cos sx ds. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യത്തെ ഫംഗ്ഷൻ sin s minus s cos s by s cube into cos sx ഈവൻ ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ സ്ഥാപിച്ചു. അപ്പൊ ഈവൻ ഫംഗ്ഷൻ ആയതിന്റെ പേരില് ഇവിടെ നമുക്ക് 2 times 0 to infinity എഴുതാം. രണ്ടാമത്തെ കേസ് നമുക്ക് 0 എന്ന് എഴുതാം. ഇപ്പൊ cos x ആയതുകൊണ്ടാണ് ഇവിടെ ഈവൻ വന്നത്. അപ്പൊ sin x ഓടായിരിക്കും. രണ്ടാമത്തെ പാർട്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ പാർട്ട് മാത്രം നമ്മൾ ചെയ്ത് നോക്കി. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയത് ഇതാണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഈ രണ്ട് ഗുണിച്ച് ചെയ്യുമ്പോൾ 4/π ഇന്റഗ്രൽ 0 to infinity sin s minus s cos s by s cube cos sx ds. അതാണ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടിയിരിക്കുന്നത്. നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് തെളിയിക്കാൻ പറഞ്ഞത് 4/π. അപ്പൊ ഇവിടെ നമുക്ക് തെളിയിക്കേണ്ടത് നമ്മുടെ റിക്കേർഡ് പ്രോബ്ലത്തില് എസിന് പകരം ഒമേഗ എന്ന് പറഞ്ഞാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇവിടെ ഇത്രയും പേര് എഴുതിയതിനു ശേഷം പുട്ട് എസ് ഈസ് ഈക്വൽ ടു ഒമേഗ എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ എന്ത് കിട്ടും? 4/π ഇന്റഗ്രൽ 0 to infinity sin ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. എവിടെയൊക്കെ എസ് ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? എസിന് പകരം ഒമേഗ എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. നമ്മുടെ ഫസ്റ്റ് പാർട്ടില് ഇവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4/π 0 to infinity sin ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് ഡി ഒമേഗ നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ രണ്ടാമത്തെ പാർട്ട് ആൻസർ കിട്ടി. ഇനി ഒരു പാർട്ടും കൂടി ഇതിലൂടെ ആനക്സ് ആയിട്ട് ചേർത്തിട്ടുണ്ട്. അതിന്റെയും കൂടി ആൻസർ കിട്ടി കഴിഞ്ഞാലാണ് നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റഡ് ആവുന്നത്. ഇവിടെ വരെ ക്ലിയർ ആയോ? അൻസാഫ് ക്ലിയർ ആയോ? ഇവിടെ വരെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി പ്രോബ്ലം ആണ്. ഇത് 8 മാർക്കിന്റെ ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് സാധനം ചോദിക്കുന്നത്. ഇത് നിങ്ങൾ ആദ്യത്തെ പാർട്ട് എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്യും. രണ്ടാമത്തെ പാർട്ടില് നിങ്ങൾ തെറ്റിച്ചു വെക്കും. അതുകൊണ്ടാണ് ഞാൻ വളരെ സ്ലോവിൽ കൃത്യമായിട്ട് എടുത്ത് പറയാനുള്ള കാരണം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ വളരെ ഗുണമാണ്. സ്ഥിരം പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് അവസാനമാണ് എസിന് ഒരു ഒമേഗ എന്ന് കൊടുത്തത്. അപ്പൊ രണ്ടാമത്തെ പാർട്ടിന്റെ ആൻസർ കിട്ടി. ഇനി ഇതിൽ ഒരു പാർട്ടും കൂടി ഉണ്ട്, ഒരു 1 more പാർട്ട്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു പാർട്ട് ഇവിടെ നിർത്തുക. അപ്പൊ നമുക്ക് 0 to infinity sin ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ് കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ഈ ഒരു പാർട്ട് ഇവിടെ നിർത്തുന്നു. ഇത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? π/4 എഫ് ഓഫ് എക്സ് എന്ന് വരും. അപ്പോ ഈ പൈ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ π ഇൻറ്റു എഫ് ഓഫ് എക്സ് ബൈ 4 എന്ന് കിട്ടും. π ഇൻറ്റു എഫ് ഓഫ് എക്സ് ബൈ 4. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? π/4 ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ മോഡ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനില് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ് ഇൻ ദ ഇന്റർവൽ മോഡ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതില്
തെളിയിക്കേണ്ട റിസൾട്ട്, ആ റിസൾട്ട് തെളിയിക്കണം. ആ റിസൾട്ട് നമ്മളൊന്ന് എഴുതി നോക്കാം. നമ്മുടെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. നമുക്ക് തെളിയിക്കേണ്ട റിസൾട്ട് എന്താണ്? 0 to infinity sin omega minus omega cos omega by omega cube into cos omega x dx. തെളിയിക്കേണ്ട എന്താണ്? d omega is equal to 3 pi by 16 എന്നാണ് തെളിയിക്കുന്നത്. ഇനി നമ്മുടെ ലോജിക്ക് അപ്ലൈ ചെയ്യണം. എന്ത് കൊടുത്താൽ ഇവിടെ 3 pi by 16 കിട്ടും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മുടെ ആൻസറിൽ 3 pi by 16ലേക്ക് എത്തിക്കണം. അതിന് എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ എന്ത് ചെയ്താൽ? എന്ത് വെച്ച് 3/4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടോ? എന്നിട്ട് നോക്കിയേ. നമുക്ക് തെളിയിക്കേണ്ടത് ω/2 എന്നില്ലേ? ഇങ്ങനെയല്ലേ തെളിയിക്കണ്ടേ? നമ്മുടെ ക്വസ്റ്റ്യനില് സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ് ഇൻറ്റു കോസ് ഒമേഗ ബൈ 2 ഡി ഒമേഗ. അങ്ങനെയല്ലേ വന്നേക്കണ ആൻസർ 3 pi by 16. അങ്ങനെയല്ലേ? അപ്പൊ നമുക്ക് തെളിയിക്കേണ്ടത് 0 to infinity സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ് ഇൻറ്റു കോസ് ഒമേഗ ബൈ 2 ഡി ഒമേഗ ഇസ് ഈക്വൽ ടു 3 pi by 16 എന്നാണ് തെളിയിക്കേണ്ടത്. നമുക്ക് ഇവിടെ വരെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ആണ് 0 to infinity sin omega minus omega cos omega by omega cube cos omega x d omega is equal to pi/4 into 1 minus x square എന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ? f of x എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1 minus x square എന്നാണ്. ഇന്റർവൽ mod x less than equal to 1. ഇനി ഇവിടെ എന്ത് ചെയ്താൽ ഇതിലേക്ക് ആൻസർ കിട്ടും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? anybody can say? എന്ത് വാല്യൂ കൊടുത്താൽ നമുക്ക് ഈ ആൻസറിലേക്ക് എത്തും? നമുക്ക് നമ്മുടെ ആൻസറിൽ ഏതാ? എക്സിന് 1/2 കൊടുത്ത് എക്സിന് 1/2 കൊടുത്താൽ ആൻഡ് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. എക്സിന് നമ്മൾ 1/2 കൊടുത്താൽ മതി. ഇവിടെ എക്സിന് 1/2 കൊടുത്തു നോക്കിയേ. എക്സിന് 1/2 കൊടുക്കുമ്പോൾ 0 to infinity sin ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ്. ഇത് നമ്മുടെ ആൻസറിൽ ഉള്ളതാണ്. ഈ എക്സിന് നമ്മൾ 1/2 കൊടുക്കുമ്പോൾ കോസ് ഒമേഗ ബൈ 2 എന്ന് വരും ഡി ഒമേഗ. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കറക്റ്റ് ആയി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ pi/4 ഇൻറ്റു എക്സിന് 1/2 കൊടുക്കുമ്പോൾ 1 മൈനസ് എക്സിന് 1/2 കൊടുക്കുമ്പോൾ 1/4 എന്ന് വരും. ദാറ്റ് ഈസ് pi/2 ഇൻറ്റു 1 മൈനസ് 1/4 എത്രയാണ്? 1 മൈനസ് 1/4 എന്ന് പറഞ്ഞാൽ 3/4. ഇവിടെ 1/4 നമ്മൾ എക്സിന് 1/2 കൊടുക്കുമ്പോൾ 1/4 എന്നല്ല തന്നെ. ഇവിടെ pi/4 ഉണ്ട് കേട്ടോ. ഇവിടെ pi/4. അപ്പൊ pi/4 ഇൻറ്റു 3/4 ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് എത്ര കിട്ടാം? 3 pi by 16. ആൻസർ കിട്ടിയാനുണ്ടോ? അപ്പൊ നമ്മുടെ റിക്വയർഡ് ആൻസർ കിട്ടി 3 pi by 16 ആൻസർ കിട്ടി. അപ്പോ മൂന്നാമത്തെ ആൻസർ കിട്ടാനായിട്ട് നമ്മൾ ഒരു ലോജിക് അപ്ലൈ ചെയ്തു. നമ്മുടെ ആൻസർ എന്താണ് കിട്ടുന്നത് നോക്കി. ആൻസറിൽ നമ്മൾ നോക്കുമ്പോൾ ഈ എക്സിന് പകരം 1/2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് നമ്മുടെ ഫംഗ്ഷൻ 1 മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. അപ്പൊ 1 മൈനസ് 1/4. അപ്പൊ നമുക്ക് pi/4 ഇൻറ്റു 3/4 therefore 3 pi by 16. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആക്കുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആണ്.